ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എന്താ കറിയാക്കുമെന്ന് ചിന്തിച്ചതാട്ടോ. കറിയാക്കാന്ന് വെച്ച് പോയത് ഇന്ന് അവിൽ കുഴക്കാമെന്ന് വെച്ചു. അതായത് നമ്മൾ അവിൽ സാധാരണ തേങ്ങയിലിട്ട് ബെല്ലിലിട്ടിട്ട് അവർ സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സിമ്പിളല്ല, അവിൽ ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് കറി വെക്കാൻ രാവിലെ തന്നെ കറി വെക്കാൻ ഇറങ്ങി കേട്ടോ. എഴുന്നേറ്റ് അവിടെ തന്നെ പിന്നെ പരിപ്പും തക്കാളിയും കുറേ പരിപ്പും തക്കാളിയും വെച്ചിട്ട് അപ്പം പരിപ്പും തക്കാളി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് കഴുകി അതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി സവോള ഇതിലേക്ക് മുറിച്ചിടുന്ന പോലെ 2 പച്ചമുളക് ഇട്ട് ഇനി ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുവാട്ടോ ചെയ്യുന്നത്. അപ്പം ചോറ് ഇപ്പം അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയതുകൊണ്ട് പരിപ്പ് കറി വെക്കാമെന്ന് വെച്ചിട്ട് പരിപ്പ് കറി ഇതാക്കിയത്. പിന്നെ വെളുത്തുള്ളി വറുത്തിടാന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലോ. അപ്പോഴേക്ക് ചോറ് വിസിലായി കേട്ടോ. അതായത് നല്ല വെന്ത് വന്നു. 2 വിസിലടിച്ച് ഞാൻ അവിടെ ഓഫാക്കി. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത് നല്ലോണം അരച്ചെടുക്കുമായിരുന്നു പേസ്റ്റ് ഫോമിൽ. പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ട് ചായ വെക്കാനല്ല, ഇത് വറവാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സോയാബീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ച് തിളച്ച ശേഷം സോയാബീനിൽ ഇട്ട് കൊടുത്തോട്ടോ. എന്നെ തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ പരിപ്പിൽ നല്ല വെന്ത് വന്ന് ഞാൻ അതിലേക്ക് ആവശ്യമായ ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഇനി നമുക്കത് ഇതിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ തേങ്ങയും കൂടി ഒഴിച്ച് കൊടുത്തോട്ടോ. അപ്പം ഇത് രണ്ടും ആകുമ്പോൾ നമ്മൾ കഴിച്ചോളൂ കേട്ടോ. അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ചെറിയ ആൾക്കായാലും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് കഴിച്ചോളും. അപ്പോൾ അത് ചെറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ സോയാബീനൊന്നും അങ്ങനെ മേടിച്ച് ഫ്രൈ ഒന്നും ആക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഇതാക്കിയത്. അപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയ ആളെല്ലാം ഞാൻ ഉച്ചക്കേക്കും കൂടി ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയ ആൾ ഉച്ചക്കേക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയിലിടയിൽ അമ്മയെ കടലാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കടല എന്ന് പറയാൻ പറ്റില്ല. അപ്പം കടല വേണം എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് കഴിച്ച് ഇതാക്കുക. അത്യാവശ്യം കുറച്ച് എരിവുണ്ടായിരുന്നു. എന്നാലും അതൊന്നും അവർക്ക് കുഴപ്പമേ ഉണ്ടായിരുന്നില്ല രണ്ടാൾക്കും ഇങ്ങനത്തെ ആയതുകൊണ്ട്. അപ്പോൾ അത് ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് പെരക്കി ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, നല്ലോണം ഒന്നും ഫ്രൈ ചെയ്യുന്നില്ല. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു എയർ ഫ്രൈയിൽ വെക്കാം, പിന്നെ ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം പരിപ്പ് അതിൻ്റെ എളുപ്പത്തും തിളക്കുന്നുണ്ട് കേട്ടോ, നല്ലോണം ഇതായിരുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഞാനതൊന്ന് ഓഫാക്കി വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്നായി പിന്നെ ആദ്യം ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഇതാക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ. അപ്പം ഈ ഒരു പിന്നെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം കാണുന്ന പാത്രം ഇതിലാണ് ഇപ്പം ഞാൻ രാവിലെ വെള്ളം കുടിക്കല കേട്ടോ. അതിലൊരു 1/2 ലിറ്റർ വെള്ളമോളം കൊള്ളും. അപ്പോൾ രാവിലെ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് 1/2 ലിറ്റർ വെള്ളം ഞാനങ്ങ് കുടിച്ചു തീർക്കും. രാവിലെ എഴുന്നേറ്റപാട് തുടങ്ങുന്നതാണ് അത് ആ ഒരു പാത്രത്തിലാട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചായയിൽ ആവശ്യമായ ചായപ്പൊടിയും ഇതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ഇനിയിപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ചോറ് വാർത്തെടുക്കണം, ആ ഒരു പരിപാടി ഉണ്ട് അത്ര. അപ്പോൾ ചോറ് ഞാൻ കുക്കറിൽ തന്നെയാണ് അങ്ങോട്ട് വാർത്ത് ഇതാക്കുന്നത്. അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാർത്ത് ഇതാക്കുക ചെയ്യുന്നത്. കുക്കറിൽ തന്നെ അങ്ങ് വാർക്കുകയെന്ന് വേറെ പാത്രം ഒന്നും എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെ വാർക്കുമ്പോഴില്ലേ കുക്കറിൽ കുറച്ചധികം ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് ചോറുകൾ തമ്മിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. വേറെ പാത്രത്തിലാക്കുന്നില്ലേ. കുക്കറിലാണെങ്കിൽ കുക്കർ നിറച്ചും ചോറുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതാകുമ്പോഴേക്കും ഒട്ടിപ്പിടിച്ച് വീഴുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ തട്ടി ഒലത്തി വെക്കുമെന്ന് പറയുന്നില്ലേ, അങ്ങനെ വെക്കാത്തതുകൊണ്ടായിരിക്കാം തോന്നുന്നത്. ഞാൻ വിചാരിച്ചു കുക്കർ തന്നെ ആകുമ്പോൾ പിന്നെ വേറെ പാത്രമൊന്നും കഴിവും പിടിക്കുകയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ അങ്ങനെ ആക്കിയെടുക്കട്ടെ ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ പറയില്ലേ വെളുത്തുള്ളി വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇതാക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് നല്ല ഫ്രൈ ആയി വന്ന് ഞാൻ വലിയ അഹങ്കാരത്തിൽ നിന്നത്. ചായ തിളച്ച് മറിയില്ല, ഞാൻ ലോ ഫ്ലെയിമിലാക്കുന്ന വെച്ച് തിളച്ച് മറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുക എന്നുവെച്ച് അവിടെയെല്ലാം ഞാൻ വൃത്തിയാക്കി. എന്നിട്ട് അത് പിന്നെ ഇതിന് വേണ്ടി
അപ്പം ഇങ്ങനെ കേട്ടോ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വട്ടത്തിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചിടുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ കത്തീൻ്റെ മൂർച്ച എത്രത്തോളം എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്ത കത്തിയല്ലാണ്. മൂർച്ച എത്രത്തോളം എന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കവറൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മുറിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് എന്ന് യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം മുറിച്ചാലും ഇതാവെന്ന് അറിയാമല്ലോ. അങ്ങനെ പക്ഷെ എന്നാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരവര പോലെ ഉണ്ടാവും. അതൊന്നും പിന്നെ ഞാൻ കാര്യമാക്കാറില്ല. അങ്ങനെ ഇതൊന്ന് നല്ലോണം ബ്രൗൺ കളർ ഇങ്ങനെ വരട്ടി, ശരിക്കും അങ്ങനെ വരട്ടി നിന്നില്ല കേട്ടോ. വരട്ടി അപ്പുറത്തേക്ക് എന്തിനോ പോയി വരുമ്പോഴേക്ക് നല്ലോണം ബ്രൗൺ കളറായി, കരിഞ്ഞു പോകാൻ തന്നെ ഭാഗ്യം. അങ്ങനെ ഞാൻ എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് പപ്പടം കൂടി ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പപ്പടം ആക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ പപ്പടം ഞാൻ ആദ്യം എയർ ഫ്രയറിലാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അവൾക്ക് വന്ന് വേണ്ട, എനിക്ക് പച്ച നോക്കുന്നത് അങ്ങനെ വേണ്ട, എനിക്ക് ഇങ്ങനെ എണ്ണയിൽ വറുത്തിട്ട് മതി എന്നിട്ട് അവൾക്ക് എണ്ണയിൽ വറുത്ത് കൊടുത്തു. ഒരു 3 പപ്പടം ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ പപ്പടമാണ് 3 പപ്പടം വറുത്ത് കൊടുത്തു. അങ്ങനെ സോയാബീൻ ഫ്രൈ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് കറിയിൽ ഇതെല്ലാം ആക്കിയിട്ട് ഇനി മുട്ട കേട്ടോ. അപ്പം ഈ മുട്ട ഞാൻ ആക്കി കൊടുക്കുന്നത് ഇതാക്കാനല്ല കേട്ടോ, കഴിക്കാൻ എന്ന് വെച്ചാൽ സ്നാക്സ് ആയിട്ട് ബ്രെഡിന് നടുക്ക് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവൾക്ക് ചീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീസ് വെച്ച് അതിൻ്റെ നടുക്ക് വെച്ച് ഇതും വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവൾ പറഞ്ഞു ചീസ് വേണ്ട, എനിക്ക് ബ്രെഡും മുട്ടയും മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് ബ്രെഡും മുട്ടയും മാത്രം വെച്ചിട്ട് എയർ ഫ്രയറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ ചെയ്യുന്നത് നല്ലോണം. പിന്നെ അതിൽ ഒരു 2 മിനിറ്റ് വെക്കുന്നുള്ളൂ, പിന്നെ 2 മിനിറ്റ്. അപ്പം ഇതെല്ലാം കഴിയുന്നതിന് മുന്നേ, അതായത് നമ്മുടെ എൻ്റെ ചായൻ്റെ കടി ആവുന്നതിന് മുന്നേ ഒരാൾ അടുക്കളയിലേക്ക് വരും കേട്ടോ. കറക്റ്റ് 7 മണിയാകുമ്പോൾ അവൾ എഴുന്നേക്കും. ദിയനെ 7 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കണം, പക്ഷെ ഇവളെ 7 മണിയാകുമ്പോൾ എഴുന്നേക്കും ചെറിയ ആൾ. എന്നിട്ട് അടുക്കളയിൽ വന്നിന്ന് നല്ല ചായ കുടി കേട്ടോ. എന്നാ ചെയ്യുന്നേ ചാടിക്കുവാ. എന്തെല്ലാനാണ്, അവിലുണ്ട്, സോയാബീൻ വറുത്തുണ്ട്. വാവ്, ചാടിക്കുവാ. ഒരു വലിയ സ്പൂണും. ഇതെന്തൊരു വലിയ സ്പൂണ്? ചായയും കുടിക്കുന്നുണ്ടാ? ചൂടുണ്ടാ? മതിയാ. ദിയമോള് ചായകുടിയെല്ലാം കഴിഞ്ഞ് ഒരു 7:45 അവൾ 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ 7:45 അവളെ റെഡിയാവാനുള്ള കാര്യത്തിന്. അപ്പോഴേക്കും അവളെ ചായകുടിയെല്ലാം കഴിയില്ല. അപ്പം ഇങ്ങനെ വന്നത് ഇന്ന് CCൻ്റെ യൂണിഫോം കേട്ടോ, വ്യാഴാഴ്ചത്തെ വന്നത്. അപ്പം CCൻ്റെ യൂണിഫോമാണ്. അപ്പം ദിയമോള് മുടി ഞാൻ ഈ വെക്കേഷനിൽ കട്ട് ചെയ്തു കേട്ടോ. അവൾക്ക് ഷോർട്ട് ഹെയർ വേണം എന്ന് ഭയങ്കര ആഗ്രഹം. നമ്മളൊന്ന് പിന്നെ കട്ട് ചെയ്തു. പിന്നെ മുടീൻ്റെ അടി കുറച്ച് ഡാമേജ് ആയ പോലെ തോന്നുന്നുണ്ടായിരുന്നു, അതായത് സ്പ്ലിറ്റ്നെസ് വരുന്ന പോലെ, പിന്നെ കുറച്ച് ഡ്രൈ ആയ പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കട്ട് ചെയ്തു, ഇപ്പോഴേ മുടി വളർത്തിയിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അവൾക്ക്. പിന്നെ അപ്പം ഇതുപോലെ ഞാൻ രാവിലെ എപ്പം ട്രൈ ചെയ്തിട്ടാട്ടോ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ ഒരാൾ കണ്ട ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ പറയണേ. ഏച്ചീൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തുള്ളൂ, അവളെ ടീഷർട്ട്, അവളെ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ ടോപ്പ് അങ്ങനെയുള്ള മാത്രമേ ചെറിയ ആൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഹായ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ